1975 ഇവിടെ ഒരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. 2002 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. ഇന്ന് ഇവർ 2025 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിക്കുന്നു. ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല. വേറൊരാൾ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് സ്വന്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കാം. റോമിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പനയില്ല. അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ടുണ്ട്, കർദിനാളായിട്ടുണ്ട്. കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല മലബാർ കത്തോലിക്കരോ മലബാർ കത്തോലിക്കരോ ലാറ്റിൻ കത്തോലിക്കരോ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പെന്നോ കർദിനാളെന്നല്ലാതെ കാതോലിക്ക എന്ന് അവരൊരിക്കലും വിളിക്കാറില്ല. എന്നാലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, ഈ ബദൽ കാതോലിക്കമാർക്കൊക്കെ ഒരു മെത്രാനെ വഴിക്കണമെങ്കിൽ വിദേശിയുടെ അനുവാദം വേണം. ഒന്നിൽ അറബിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ ഇറ്റലിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്വതന്ത്രമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റേതൊരു കാതോലിക്കായോ പാത്രിക്കീസിൻ്റെയോ സ്ഥാനം പോലെ തന്നെ തുല്യമായ സ്ഥാനമുള്ളതാണ് മലങ്കരയിലെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന് ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല. പിതാക്കന്മാർ തല കുനിച്ചിട്ടുമില്ല. ഈയിടയിൽ പുതിയ ബദൽ കാതോലിക്ക വന്നതിന് ശേഷം പറയുന്നത് കേട്ടു, 2 സഭയായിട്ട് നിൽക്കാം, സഹോദരി സഭകളായിട്ട് നിൽക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീക്ഷണമില്ല. മലങ്കര സഭയ്ക്ക് സഭ ഒന്നേ ഉള്ളൂ. ആ സഭയ്ക്ക് 1600ഓളം പള്ളികളുണ്ട്. ഈ പള്ളികളുള്ളതായ മലങ്കര സഭ ഒന്നായി തന്നെ നിൽക്കാൻ മാത്രമേ മലങ്കര സഭയ്ക്ക് താല്പര്യമുള്ളൂ. ആർക്കും വേണ്ടി മലങ്കര സഭയുടെ പള്ളി ഭാഗിച്ചു കൊടുത്തേച്ച് ഇവിടെ ഇരിക്കാനായിട്ട് മലങ്കരയിലെ കാതോലിക്കായിക്കോ ഒരു സുന്നോ തോസിനോ തയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെ മലങ്കര സഭയിലെ കുറച്ച് പള്ളികളുമായിട്ട് ഞങ്ങളൊരു സഹോദരി സഭയായി നിന്നോളാമെന്ന് പറഞ്ഞാൽ അതൊരു ദിവാസ്വപ്നമെന്നുള്ളത് കവിഞ്ഞ് അതിന് മലങ്കര സഭ യാതൊരു താല്പര്യവും കൊടുക്കുന്നില്ല. അവയുടെ പള്ളികൾ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭ അതിനു വേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങളാണോ അതിന് ഏതറ്റം വരെ പോകണമെങ്കിലോ പോകും. എന്നാൽ അതേ സമയത്ത് മലങ്കര സഭ എന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. മലങ്കര സഭ എന്ന് പറയുന്ന ഒരു സഭ, ആ സഭയുടെ മക്കൾ ഒരിക്കലും മലങ്കര സഭയിൽ നിന്ന് വിട്ടുമാറില്ല. അടിമനുഖത്തിലേക്ക് പോകുന്നത് നമുക്ക് പാരതന്ത്ര്യം, അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ മലങ്കര സഭയുടെ മക്കൾ അപ്രകാരം പോകുന്നതിൽ വിലപിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു ജനായത്ത രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജനായത്ത രാജ്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താനൊക്കെയല്ല. പക്ഷേ നമുക്ക് ഉള്ളതായ സ്വാതന്ത്ര്യത്തിൽ നമുക്കുള്ളതായ പള്ളികളിലും നമുക്കുള്ളതായ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഭദ്രസത്തിലാണ്. അതിന് വിപരീതമായിരിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു നേതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ബില്ല് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. എത്ര ബില്ല് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല. എത്ര ബില്ലൊക്കെ സെമിത്തേരി ബില്ല് വന്നു, അത് അവർക്ക് ആരെ ഉദ്ദേശിച്ച് വന്നോ അവർക്ക് ഉള്ള ഒരു അടിയേറ്റതുപോലെ അല്ലാതെ വേറൊന്നുമില്ല. ഇനിയൊരു ബില്ല് വന്നിരുന്നാലും സഭയുടെ മലങ്കര സഭയുടെ കോടതി വിധിക്ക് ഒരു എതിരായിട്ടുള്ള ഒരു ബില്ലുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഈ കേരളത്തിൽ ആർക്കും കഴിയില്ല, കേന്ദ്രത്തിലാണെങ്കിലും കഴിയില്ല, ആർക്കുമില്ല. അത് കോടതി ചോദ്യം ചെയ്യപ്പെടുമോ നിശ്ചയമായിട്ടും അത് തള്ളപ്പെടും. അതുകൊണ്ട് അതല്ലാതെ 34 ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിന് ബാധിക്കാതെ ഒരു ബില്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നോ അവർക്ക് കുറച്ചുകൂടെ കൈകെട്ടപ്പെടുമെന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ഉണ്ടാവില്ല. അവരുടെ അവകാശങ്ങൾ പാടെ നിർത്തിക്കളയുന്നതായ ഒരു ബില്ലായിരിക്കാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും മലങ്കര സഭയ്ക്ക് അല്പം പോലും പ്രയാസമില്ല. ആര് ബില്ല് കൊണ്ടുവരട്ടെ, ഈ കേരള ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും കേന്ദ്ര ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രയാസമില്ല. എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വഖഫ് ബില്ല് വന്നതുപോലെ, വഖഫ് ബില്ലിലെ ഭേദഗതികൾ വന്ന പോലെ കേരളത്തിലെ സഭകളെക്കുറിച്ചും ബില്ലൊക്കെ ഉണ്ടാകുന്നുവെന്ന് ഇന്നലെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ബില്ലുണ്ടാകുമ്പോൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനൊന്നും നമ്മളെ ആരെയും പേടിപ്പിച്ചിട്ടൊരു കാര്യമില്ല. കാരണം 1-ാം നൂറ്റാണ്ട് മുതൽ
പീഡനങ്ങൾ സഹിച്ചു വന്ന ഒരു സഭയാണിത്. റോമാ സാമ്രാജ്യം എന്തുമാത്രം പീഡനങ്ങൾ നടത്തി. എന്നിട്ടും ഒരു കാര്യമുണ്ട്, 12 പേരെയും കൊണ്ട് യേശുക്രിസ്തു തുടങ്ങിയ ഒരു സഭയാണ് ക്രിസ്തീയ സഭയെന്ന് പറയുന്നത്. എന്നാൽ എല്ലാ മതങ്ങളും മത നേതാക്കന്മാരും എല്ലാവരും ഓർത്തിരിക്കണം, അങ്ങനെ 12 പേരെയും കൊണ്ട് തുടങ്ങിയതാണ് ഇന്ന് ലോകത്തിലെ കോടാനുകൂടി ജനങ്ങളിൽ 1/3 മുഴുവനും ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്നുള്ളത് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കുറേയെല്ലാം പ്രീണിപ്പിക്കാനും കുറേ പീഡിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞെന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നും ഈ ക്രിസ്തീയ സഭ പുറകോട്ട് പോവുകയില്ല. ക്രിസ്തീയ സഭയ്ക്ക് പീഡനങ്ങൾ വന്നിട്ടുള്ളതായ സമയത്തെല്ലാം ക്രിസ്തീയ സഭ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബില്ലുകൾ ആര് കൊണ്ടുവന്നിരുന്നാലും പ്രശ്നമില്ല. ഇത് എല്ലാവരും ബദൽ കാതോലിക്കായ വഴിക്കാൻ കക്ഷിഭേദമന്യേ എല്ലാവരും ഇവിടുന്ന് പോയി. UDFൻ്റെ MLA മാരും പോയി, LDFൻ്റെ MLA മാരും പോയി, കേന്ദ്രത്തിൽ നിന്നുള്ള UDFൻ്റെ MP മാരും പോയി, LDFൻ്റെ MP മാരും പോയി, അതുപോലെ BJPയുടെ MP മാരും പോയി. ഒക്കെ അവരെ പോയി. ഇതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയും ആശ്രയിച്ചുകൊണ്ടല്ല ഈ സഭ നിൽക്കുന്നത്. ഈ സഭ നിൽക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികൾ സഭയ്ക്കെതിരായിരുന്നാലും നമുക്ക് ഒരു പ്രയാസത്തിനും കാരണമില്ല. സഭ ദൈവത്തിൻ്റേതാണ്, എൻ്റെയും നിങ്ങളുടെയുമല്ല, സഭ ദൈവത്തിൻ്റെയാണ്. ആ മലങ്കര സഭയുടെ നാഥൻ പീഡകൾ സഹിച്ചതായ മാർത്തോമാ ശ്ലീഹയാണ്. അദ്ദേഹത്തിൻ്റെ ചുടുരക്തത്തിൽ വളർന്ന ഈ സഭയ്ക്ക് ഒരു ദോഷവും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ആ ഒരു ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടെ ജീവിക്കാൻ മലങ്കര സഭയുടെ മക്കൾക്ക് കഴിയണം. അതാണ് കാതോലിക്ക ദിനത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഉറപ്പിക്കുവാനുള്ളത്.